എന്റെ അച്ഛൻ അലയുന്നല്ലോ എന്ന വേവലാതിക്ക് മുന്നിൽ അതൊന്നും അല്ല. എത്ര നാളത്തേക്കെന്ന് വെച്ചാ അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെടാൻ തീരുമാനിച്ചിരിക്കണേ? സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. കട ഞങ്ങൾ എടുക്കും അങ്കിളെ. കുറച്ച് ദിവസം കൂടി അങ്കിൾ ഒന്ന് ക്ഷമിക്കണം. മോളെ, നിന്റെ ദൃഢനിശ്ചയമുണ്ടല്ലോ, അതൊന്നു മതി നീ വിജയിക്കാൻ. എനിക്ക് വിശ്വാസമുണ്ട് മോളെ. നിനക്ക് വേണ്ടി ഞാൻ ആ കട മാറ്റിവെക്കുന്നു. എന്നാ ഞാൻ അറിയട്ടെ. ശരി, ആയിക്കോട്ടെ മോളെ. നിന്റെ മനസ്സിന്റെ നന്മ എനിക്കറിയാം. പക്ഷെ അതറിയാത്ത ഒരാളുണ്ട് നമുക്കിടയിൽ, പത്മിനി. നാട്ടിലെ സ്ഥലത്തെക്കുറിച്ച് അവൾ അറിഞ്ഞാൽ അവളുടെ തലയിൽ പുതിയ പല ചിന്തകളും പൊങ്ങി വരും. ഇല്ലച്ചാ, അച്ഛൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതിൽ അമ്മയ്ക്കുണ്ട് സങ്കടം. അമ്മയോട് അച്ഛൻ ഇതിനെ കുറിച്ച് ഉടനെ പറയണം, ഇല്ലെങ്കിൽ ഞാൻ പറയും.